യാ, റൈറ്റ്. ഓക്കെ, വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള കൗൺസിലിംഗ് ആണ്. എങ്ങനെ കൗൺസിലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇടയായത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്കുള്ള, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾക്കുള്ള കൗൺസിലിംഗ്. കൗൺസിലിംഗ് ഫോർ ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൗൺസിലിംഗ്. ഇതില് ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും എല്ലാം നമ്മൾ പഠിക്കത്തില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ: ഏകാന്തതയിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിംഗ്, കുറ്റബോധത്തിലായിരിക്കുന്നവർക്കുള്ള കൗൺസിലിംഗ്, വിഷാദ രോഗികൾക്കുള്ള കൗൺസിലിംഗ്, പൈശാചിക പോരാട്ടത്തിലായിരിക്കുന്നവരെ എങ്ങനെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യണമെന്നും, പിന്നെ രോഗികളായിട്ടുള്ളവർക്കുള്ള കൗൺസിലിംഗ്, അവസാനമായിട്ട് മരണ വീട്ടിൽ അല്ലെങ്കിൽ മരണദുഃഖം അനുഭവിക്കുന്നവർക്ക് ചെയ്യുന്ന കൗൺസിലിംഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. ഓരോ ടോപ്പിക്കും അല്പസമയം എടുത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൗൺസിലിംഗ് പഠിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ സെമിനാരി കൗൺസിലിംഗിന്, ഈ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 വർഷത്തെ കോഴ്സ് തന്നെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ കോഴ്സിന് കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അതായത് നമ്മൾ 1 or 2 ക്ലാസ് കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ 2 വർഷം കൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ അതിന്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ പഠിക്കുന്നത്. എങ്കിൽ ഇതൊരു ആമുഖമായിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കുള്ള കൗൺസിലിംഗ്, എങ്ങനെ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏകാന്തതയിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിംഗ്. ലോൺലിനെസ്, ഏകാന്തതയിൽ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതയിലായിരിക്കുന്നവർക്കുള്ള കൗൺസിലിംഗ്. ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ലോൺലിനെസ്, മനുഷ്യനെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്, അല്ലേ? അപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യരായ നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കുറച്ച് സമയമെങ്കിലും ഏകാന്തതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, ഏകാന്തത എന്ന് പറയുന്നത് മനുഷ്യനെ വളരെ പ്രയാസത്തിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സോഷ്യോളജി ഒക്കെ പഠിച്ചിട്ടുള്ളവർ അറിയാം, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്, അല്ലേ? പരസ്പരം ആശ്രയിക്കാതെ, ബന്ധമില്ലാതെ ഒരിക്കലും സമൂഹത്തിൽ ജീവിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോ നമുക്ക് കഴിക്കാനില്ലെങ്കിലും കുടിക്കാനില്ലെങ്കിലും ഏകാന്തത അല്ലെങ്കിൽ ഇരുന്നവർക്കറിയാം, പിന്നെ ഒരിക്കലും ആ ഒരു അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് പോകാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല, അല്ലേ? ഈ കൊറോണ സമയത്ത് പ്രത്യേകിച്ച് ഈ വൈറസ് അഫക്ട് ചെയ്തവർക്ക് ആ ഐസൊലേഷൻ എന്നൊരു സംഗതി, ഒരു പ്രോസസ്സിലൂടെ പോയവർക്കറിയാം, നേരെ ഒരു വെളിച്ചത്തിൽ പോലും ഇരിക്കാനായിട്ട് കഴിയാതെ ഏകാന്തതയിലിരുന്ന അനുഭവങ്ങൾ, അല്ലേ? അപ്പോ എന്താണ്, വലിയ കുടുംബമുണ്ട്, ആഹാരമുണ്ട്, മറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിലും കുടുംബക്കാർക്ക് പോലും അടുത്ത് വരാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ, അല്ലേ? കൊറോണ എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേകം പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, ഇനി അവർക്ക് വേണ്ടി ഒരു പ്രത്യേക റൂം, അല്ലേ? അങ്ങനെയുള്ള ചില ആഴ്ചകളിലെങ്കിലും നമ്മൾ ആ ഒരു ഫീലിങ്ങിലൂടെ കടന്നുപോയതുള്ളത് കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഒത്തിരി മനസ്സിലാക്കാനായിട്ട് കഴിയും, അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ലീഡർ അല്ലെങ്കിൽ അപ്കമിങ് കൗൺസിലേഴ്സ് എന്ന നിലയിൽ മറ്റുള്ളവർ ഏകാന്തതയിലായിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് തോന്നുന്ന വ്യക്തികളെ എങ്ങനെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാമെന്നതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യന്റെ, ദൈവത്തിന്റെ സൃഷ്ടി, ഞാനത് ആ ഒരു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല എന്ന് ദൈവം കണ്ടു, അല്ലേ?
ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അങ്ങനെ തുടങ്ങി വൃക്ഷലതാദികൾ, സമുദ്രം, മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആറാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അല്ലെ? നമ്മൾ പല സമയത്തും ആ വചനം വായിച്ചിട്ടുള്ളതാ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യം. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ ഏകനായിരിക്കും നന്നല്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് ചിന്തിച്ചിട്ട് അവന് തക്കതായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ദൈവം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോ അത് കർത്താവ് ചെയ്തത് ആദാമിന്റെ ഏകാന്തത മാറ്റുവാനായിട്ടാണ്, അല്ലേ? അപ്പോ അതിലൂടെ തന്നെ ദൈവം ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന് അടിത്തറ പാകി, അല്ലേ? വിവാഹ ശുശ്രൂഷകളിൽ കർത്താവിന്റെ അഭിഷദാസന്മാർ പറയുന്ന ഒരു കാര്യമാണ്, ഏദൈൻ പൂങ്കാവനത്തിൽ ആദാം ഹവ്വമാരെ യോജിപ്പിച്ചുകൊണ്ട് ദൈവം കുടുംബ ജീവിതത്തിന് അടിസ്ഥാനം നൽകി എന്നുള്ളത്. അപ്പോൾ കുടുംബത്തിന്റെ ഫൗണ്ടറും പിതാവായ ദൈവമാണ്. ഓക്കെ. അപ്പോ അവിടെയും അവരെ ഒന്നാക്കിയതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഏകാന്തത മാറാനായിട്ട് ആണെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ ഏകാന്തത മാറ്റം ദൈവം വെയിലാറുമ്പോൾ മനുഷ്യന് കൂട്ടായ്മ ഒരുക്കാൻ ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ എല്ലാ വൈകിട്ടും ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു, അല്ലേ? എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ, ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു എന്നൊരു വചനമുണ്ട്. ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും. അപ്പോ ദൈവം മനുഷ്യന് അല്ലെങ്കിൽ ആദാമും ഹവ്വയ്ക്കും ഒരു അല്ലെങ്കിൽ കൂട്ടായ്മ നൽകാനായിട്ട് എല്ലാ ദിവസവും ഏതേൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പിതാവായ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവരെ കാണാനില്ല, അല്ലേ? അപ്പോ പിതാവായ ദൈവം വരുന്നു എന്ന് ഒച്ച കേട്ടപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവര് ഒളിക്കാനായിട്ടിടയായി. അതിന്റെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഏകാന്തത മാറ്റുവാനായിട്ട് കുടുംബം എന്നൊരു വ്യവസ്ഥിതി ദൈവം അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ കുടുംബ ജീവിതത്തിന് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യത ഉണ്ട്. ഓക്കെ. ചിലരൊക്കെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ട്. അതെല്ലാം പല കാരണങ്ങളാണല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പല കാരണങ്ങൾ അത് മനസ്സിലാക്കാനായിട്ടിടയായി. എന്നാൽ കുടുംബം ദൈവത്താൽ സ്ഥാപിതമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനറേഷൻ, തലമുറ ഭൂമിയിൽ ഉളവാകുവാൻ വേണ്ടിയിട്ട് ദൈവത്താൽ സ്ഥാപിതമായിട്ടാണ് കുടുംബം. അപ്പോൾ തന്നെ ആ ഏകാന്തതകൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ് ജോണച്ച, പ്രൈസ് ദി ലോർഡ്. ഓക്കെ. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, സാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിന്ന് കയറുമെന്ന്. ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാനായിട്ട് കഴിയും. മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പരിചയപ്പെടുത്താവോ? പ്രൈസ് ദി ലോർഡ്. മൈക്ക് ഓൺ അല്ല, അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് സ്ക്രീനിന്റെ താഴെ നോക്കിയാൽ മതി, വീഡിയോ ആൻഡ് വോയിസ് ഒന്ന് കാണാം. അത് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, പറ്റുന്നുണ്ടോ? നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും മ്യൂട്ട് ഒന്നും സ്റ്റോപ്പ് വീഡിയോ ഒന്നും ഉണ്ട്, അതിൽ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, ലാപ്ടോപ്പ് ആണോ മൊബൈലിലാണോ? സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആണോ? ഓക്കെ. എന്നാ ഞാൻ ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഇപ്പൊ ഞാനും പഠിക്കേണ്ട. അടുത്ത ആഴ്ച വേറൊരു സ്റ്റുഡന്റ് കൂടെ വരുന്നുണ്ട്. ആണോ? ഓക്കെ. മീറ്റിംഗ് സെറ്റിംഗ്സ് അല്ലല്ല, ജോൺ ബ്രദറെ, ആ മൈക്കിന്റെ ഇപ്പൊ റെഡ് ഉള്ള ഇത് കാണുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അതിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? മ്യൂട്ട് അൺമ്യൂട്ട് ഒന്നുള്ള അവിടെ എന്താ എഴുതി കാണിക്കുന്നത്? അൺമ്യൂട്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? താഴെ ഉണ്ടല്ലോ, അതിലൂടെ ജസ്റ്റ് വെച്ചാൽ മതി, അന്നേരം അത് ഓൺ ആവും.
ആ ചുമപ്പേല് തൊട്ടാ മതി. ഓക്കെ. ഇതെങ്ങനെ ഓഫ് ആക്കിയത്? ഓഫ് ആക്കിയവർ തന്നെ ഓൺ ആക്കിയ? ഒരു നോക്കട്ടെ. സാർ പഠിപ്പിച്ചു. ഓക്കെ ഓക്കെ. വീഡിയോ സ്റ്റക്കാ സാർ, വീഡിയോ സ്റ്റക്കാ. ഓക്കെ, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ഓണാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ടൈം തരും. നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ, പ്രൈസില്ല. അപ്പോൾ നമ്മൾ ഓക്കെ, ദൈനംദിന ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള കൗൺസിലിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ വിഷയം എന്ന് പറയുന്നത് തന്നെ ഇടയ പരിപാലനവും ഉപബോധനം അല്ലെങ്കിൽ പാസ്റ്ററൽ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്നതാണ് സബ്ജക്റ്റ്. നമ്മുടെ ഈ സബ്ജക്റ്റിന് ഏകദേശം ക്ലാസിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എങ്കിലും പ്രിയ ജോണച്ചനും അനിതാമയും ഭാരപ്പെടണ്ട. നമുക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് വീണ്ടും ഇത് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ ആഴ്ച 1-2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ക്ലാസ് ഈ കോഴ്സ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഡോണ്ട് വറി. ഇപ്പം ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഏകാന്തതയിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിംഗ് ആണ്. ഏകാന്തതയിൽ. ഓക്കെ, അപ്പോ ഏകാന്തത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉളവാക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഓക്കെ, ഏതേം തോട്ടത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവൻ ഏകനായിരിക്കും നന്നല്ല എന്ന് പറഞ്ഞിട്ട് തക്കതായിട്ടുള്ള ഒരു പാർട്ട്ണറെ, ജീവിത പങ്കാളിയെ തനിക്ക് ദൈവം ഒരുക്കി കൊടുത്തു. എന്നിട്ട് അവരെ വളരെ ഫ്രീ ആയിട്ട് ആ തോട്ടത്തിൽ വസിക്കാനായിട്ട് ദൈവം അതിനുള്ള അവസരങ്ങളും ഒരുക്കി കൊടുത്തു. എല്ലാ വൈകുന്നേരവും വെയിലാറി കഴിയുമ്പോൾ പിതാവായ ദൈവം ആ തോട്ടത്തിൽ വരുമായിരുന്നു അവർക്കൊരു കൂട്ടായ്മ നൽകാനായിട്ട്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പിതാവായ ദൈവത്തിന്റെ ഒച്ച കേട്ടിട്ട് അവർ ഒളിക്കുവാനായിട്ടിടയായി. അവര് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് പാപം ചെയ്തു. അങ്ങനെ മനുഷ്യൻ പതിയെ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ തുടങ്ങി ഏകാന്തതയിലേക്ക് അവർ നയിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ പഠിക്കേണ്ട, പുരുഷന്റെയും സ്ത്രീയുടെയും ഏകാന്തത മാറ്റുവാനായിട്ട് ദൈവം കുടുംബം എന്ന വ്യവസ്ഥിതി സ്ഥാപിക്കുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ചില ഉദാഹരണങ്ങൾ നോക്കാം. ഏകാന്തതയ്ക്ക് ഉളവാകുന്ന അല്ലെങ്കിൽ ഏകാന്തത ഉളവാകുന്ന ചില കാരണങ്ങൾ. ഒന്ന്, ഓക്കെ, കരുതിക്കൂട്ടിയുള്ള തിരഞ്ഞെടുപ്പ് മൂലം. നമ്മൾ ചിലപ്പോ ബൈബിൾ പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളോ സാധിക്കും, അല്ലെ? അപ്പോൾ നമ്മൾ അത് ദൈവഹിതമാണോ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ദൈവഹിതമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ. ചാടിക്കറി അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ അത് സക്സസ് ആകണമെന്നില്ല, അല്ലെ? അപ്പൊ കരുതിക്കൂട്ടിയുള്ള തിരഞ്ഞെടുപ്പ് ഏകാന്തതയിലേക്ക് നയിക്കാനായിട്ട് കാരണം. 2, പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ അല്ലാത്ത ഏകാന്തത. നമുക്ക് എങ്ങനെയൊക്കെ ഏകാന്തത ജീവിതത്തിൽ അനുഭവിക്കും എന്നുള്ളതാണ്. പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ അല്ലാത്ത ഏകാന്തത. 3, വിവാഹമോചനം കൊണ്ട് ഒറ്റപ്പെട്ടവർ കാണാം. വിവാഹമോചനം കൊണ്ട് ഒറ്റപ്പെട്ടവർ. 4-മത്തെ പോയിന്റ് ജസ്റ്റ് നിങ്ങൾ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയാൽ മതി. എനിവേ ഞാൻ നോട്ട് നിങ്ങൾക്ക് അത് തരുന്നതാണ്. അതുകൊണ്ട് ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയാൽ മതി, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. 4, ജീവിത പങ്കാളിയുടെ വേർപാട് നിമിത്തം അല്ലെങ്കിൽ മരണം മൂലം ഒറ്റപ്പെടൽ അനുഭവം, ഏകാന്തതകൾ ജീവിതത്തിൽ വരാം. 5, ദൈവത്തിന്റെ വിളി നിമിത്തം ഏകരായവർ ഉണ്ട്. ദൈവിക വിളി നിമിത്തം.
മറ്റു മതത്തിൽ നിന്നും ദൈവിക വിളി കേട്ടനുസരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് ഏകാന്തതകൾ അനുഭവിക്കാം. പ്രായാധിക്യം നിമിത്തം ഏകാന്തതകൾ അനുഭവപ്പെടുന്നവരുണ്ട്. പ്രായാധിക്യം നിമിത്തം. അടുത്തതായി അനാഥരായി തീർന്നതിനാൽ ഒറ്റയായി തീരുന്നവരുണ്ട്, ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. അടുത്തൊരു പ്രധാന മേഖലയാണ് അവിശ്വാസിയെ വിവാഹം കഴിച്ചതിനാൽ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്നും ഇനി സഭയിൽ നിന്നും ഒക്കെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഇനി മറ്റൊരു മേഖലയാണ് അംഗവൈകല്യം നിമിത്തം ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. അംഗവൈകല്യം നിമിത്തം. അപ്പോ ഇത്തരത്തിൽ പല രീതിയിലാണ് ഏകാന്തത ഒരു മനുഷ്യനെ പ്രകടമാകുന്നത്. അപ്പോൾ ഈ വീഴ്ചകൾക്കെല്ലാം അല്ലെങ്കിൽ ഈ ഒരു പ്രയാസങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ പാപം ചെയ്തത് മുതൽ ഏകാന്തതയും ഒറ്റപ്പെടലും മനുഷ്യൻ അറിയാൻ ആരംഭിച്ചു. അവിടെ ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണാനായിട്ട് കഴിയുന്നല്ലേ. അപ്പോൾ കർത്താവ് യഹോവയായ ദൈവത്തിന്റെ ഒച്ച കേട്ട് അവർ ഭയപ്പെട്ട് ഒളിച്ചു. അപ്പോ മനുഷ്യൻ എവിടെയെന്ന് ചോദിച്ചു അല്ലേ, ആദാമേ നീ എവിടെ? അപ്പോ ഞങ്ങൾ നിന്റെ ഒച്ച കേട്ട് ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഭയം, കുറ്റപ്പെടുത്തൽ, പിന്നെ ഏകാന്തതകൾ, പാപം, ഇതെല്ലാം വന്നത് ഈ അനുസരണക്കേടിലൂടെയാണ്. സാറേ ഒരു നിമിഷം. ഈ ഇന്റർകാസ്റ്റ് മാരേജ്, പ്രേമവിവാഹങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ ചിലരൊക്കെ ഏകാന്തതയിൽ പെടുത്തുന്നല്ലോ. അത് ഈ ഗണത്തിൽ പെടുമോ? കൂട്ടാനൊക്കെ ഞാൻ ഏകാന്തത ഓരോ വ്യക്തിയിൽ അനുഭവിക്കുന്ന കാരണങ്ങളാണ്. ഇതൊക്കെ കാരണങ്ങളായിരിക്കാം, പക്ഷെ എല്ലാവർക്കും ഇതേ കാരണങ്ങളായിരിക്കത്തില്ല. അപ്പൊ അതും ഒരു കാരണമായിരിക്കാം. അവിശ്വാസിയെ വിവാഹം ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ കുടുംബത്തിൽക്കാർക്ക് ഇഷ്ടം കാണത്തില്ല. സഭ അതുകൊണ്ട് അവരെ ചിലപ്പം ആത്മീയ കാര്യങ്ങളിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് മാറ്റിയിരുത്തും. അപ്പൊ അതൊക്കെ ചിലപ്പോൾ അവർക്ക് ഒരു ജീവിതം അവർ ഇരുവരും ഒത്തിരി പ്രതീക്ഷകളോടുകൂടെ ജീവിതത്തിൽ പ്രവേശിച്ചവരായിരിക്കാം. പക്ഷെ അത് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ അവിശ്വാസി, ഇണയില്ല പിണ കൂടി എന്നുള്ള ആ ഒരു രീതിയിൽ ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിലൊക്കെ ഏകാന്തത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അത് ദൈവവചനം ഉള്ളിലുള്ള വ്യക്തിക്ക് അത് കുറെ നാൾ മനസ്സിലാക്കിയിരുന്നിട്ട് അവർക്ക് തിരിച്ചു വരാനായിട്ട് അവർ ആഗ്രഹിക്കും. അപ്പോ ഞാനിത് പറഞ്ഞത് പലതരത്തിലുള്ള ഏകാന്തതകൾ ഓരോ വ്യക്തിയെ ബാധിക്കാനുള്ള ചില മേഖലകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ എല്ലാം കാരണം ഏകാന്തതയ്ക്ക് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ പാപം നിമിത്തം, അനുസരണക്കേട് നിമിത്തമാണ് അല്ലേ. അവിടെ ഹവ്വ വഞ്ചിക്കപ്പെട്ടു അല്ലെ. പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന്റെ വഞ്ചനയാൽ അവൾ വഞ്ചിക്കപ്പെട്ടു, ഫലം പറിച്ചു കഴിച്ചു അല്ലെ. അപ്പോ ആദാമിനും അറിയാം ഈ ഫലം കഴിക്കരുതെന്ന്. പക്ഷെ ആദാം ഭവനത്ത് വന്നപ്പോഴേക്കും ഹവ്വ കൊടുത്തു, അത് വാങ്ങി കഴിച്ചു അല്ലെ. അപ്പോ അവിടെ കുറ്റപ്പെടുത്തുകയാണ്, ആദാമേ ഞാൻ കഴിക്കരുതെന്ന വൃക്ഷഫലം നീ കഴിച്ചോ? അപ്പോ അതിന്റെ ആൻസർ അവിടെ പറയുന്നു. വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം തോന്നുന്നു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എനിക്ക് തന്ന. അപ്പൊ അത് ഏത് വാക്യം? 12-ാമത്തെ വാക്യം, 3:12. 3:12. അതിന് മനുഷ്യൻ എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ ആരെയാ കുറ്റപ്പെടുത്തുന്നേ? ദൈവത്തെ ആവാൻ കുറ്റപ്പെടുത്തുന്നത് അല്ലയോ. നീ എന്നോടുകൂടെ ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഒരുപക്ഷെ എനിക്ക് ജീവിത പങ്കാളി തന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു എന്നല്ലേ. അപ്പോ അടുത്ത സ്ത്രീയുടെ മറുപടി നോക്കണം. യഹോവയായ ദൈവം സ്ത്രീയോട് 13-ാമത്തെ വാക്യം, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു. അവിടെ പരസ്പരം അയ്യോ ഞാൻ തെറ്റിപ്പോയി, ഞാൻ അനുസരണക്കേട് കാണിച്ചു പോയി എന്നാരും പറയുന്നില്ല അല്ലയോ. അപ്പൊ സ്ത്രീയും പറയാണ് പാമ്പ് എന്നെ വഞ്ചിച്ചു അല്ലെ.
ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അപ്പോ അടുത്ത് പിന്നെ പാമ്പിനോട് പറയുകയാണ്, നീ ഇത് ചെയ്തത് കൊണ്ട് നീ കന്നുകാലികളുടെ എല്ലാ കാട്ടുമൃഗങ്ങളിലും വച്ച്, പിന്നെ അവിടെ അനുഗ്രഹവും ശാപവും ഒക്കെ കൊടുക്കുകയാണ് അല്ലേ. അപ്പൊ അവിടെ ഒരിക്കലും എന്തുവാ, അവിടെ പരസ്പരം പഴിചാരുകയാണ്, കുറ്റപ്പെടുത്തുകയാണ് അല്ലേ. അപ്പൊ ആ ഒരു കാര്യം ഇന്നും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിനൊക്കെ അപ്പുറമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ലല്ലേ. ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണല്ലേ. തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ദൈവത്തോടും പറയാണ്, ഇനി ദൈവം ഇനി കണ്ടുപിടിക്കണം നമ്മുടെ തെറ്റ് എന്താണെന്ന് അല്ലേ. എന്ന് പറഞ്ഞാൽ സങ്കീർത്തന ദാവീദ് പ്രാർത്ഥിക്കുന്നല്ലേ, കർത്താവ്, ഞാൻ തെറ്റിപ്പോയത് വാസ്തവമാണെങ്കിൽ എന്റെ തെറ്റ് ഞാൻ അറിയുന്നു. അപ്പൊ അതുപോലെ പ്രാർത്ഥിക്കണം. അത്രത്തോളം ആത്മീയമായിട്ടുള്ള ഒരു ആരോഗ്യം അല്ലെ, ആത്മീയ ജീവിതത്തിലുള്ള ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ അല്ലേ. 139 സങ്കീർത്തനം പറയുന്നത്, യു സെർച്ച് മീ ആൻഡ് നോ മീ, നീ എന്നെ അറിയുകയും ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് എന്റെ നടപ്പ് കിടപ്പ് എല്ലാം അങ്ങറിയാതെ എന്റെ വായിൽ ഒന്നും പോലും ഇല്ലെന്ന അല്ലെ. ദൂരത്തിരുന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളൊക്കെ ഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്കുള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നോട്ടത്തിൽ, ഭാവനയിൽ, ചിന്തയിൽ, പ്രവൃത്തിയിലൊക്കെ പാപങ്ങളുണ്ടല്ലേ. ഓക്കെ, അപ്പോ ദൈവം എന്നിലുള്ള പാപങ്ങളെ ദൈവമേ ക്ഷമിക്കണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഓക്കെ, അപ്പോ ഏകാന്തതകൾ. അപ്പോ ഇനി അടുത്ത ഏകാന്തതയുടെ അനുഭവങ്ങൾ, ചില പോയിന്റുകളുണ്ട്. അപ്പോൾ ഏകാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ അനുഭവങ്ങൾ, ഒന്ന്, അത്തരത്തിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തിയുടെ അടിസ്ഥാനം പാടെ ഇല്ലാണ്ടാകുന്നു. വിശുദ്ധ വേദം പറയുന്നു, അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ദേവദാസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്തും ചെയ്യുമെന്ന്. എന്തും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ളൊരു വളരെ നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടല്ലേ. എന്ത് വേണം ചെയ്യാം അല്ലേ. ഈ ആനയൊക്കെ മതം പൊട്ടി വന്നു കഴിഞ്ഞാൽ, മതം പൊട്ടിയല്ല, അതിന്റെ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യുന്നതൊക്കെ എന്താണ്, വണ്ടിയാണോ, വിലപിടിപ്പുള്ളതാണോ, മനുഷ്യനാണോ, വലിയ വിലപിടിപ്പുള്ള ബിൽഡിംഗ് ആണോ, ഒന്നും അതിന് വരത്തില്ല അല്ലേ. അതുപോലെ അപ്പോ ഏകാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവം, അടിസ്ഥാനം പാടെ ഇല്ലാതാകുന്നു. മറ്റൊരു വേദഭാഗം പറയുന്നു, മാനത്തോടിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ് അല്ലേ. ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ അല്ലെ, മനുഷ്യനോടൊരു മനുഷ്യത്വം ഇല്ലായ്മ അല്ലെ, വളരെ മൃഗീയമായും പൈശാചികമായിട്ടൊക്കെയാണ്. ഈയിടെ 1-2 ഈ വാട്സപ്പ് ക്ലിപ്പോ എന്തോ കണ്ടു, ഈ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ കിടന്ന് കുഞ്ഞുങ്ങളെ പരസ്പരം തല്ലുന്നത്. അപ്പോൾ തന്നെ ഈ പെർസിക്യൂഷൻസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. വളരെ മാരകമായിട്ടുള്ള ഇരുമ്പ് ദണ്ഡുകളൊക്കെ കൊണ്ട് മുട്ടുകാലടിക്കുന്നു. വളരെ മൃഗീയമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ തന്നെ കഴിയത്തില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഇതിലേക്ക്. പിന്നെ മറ്റൊരു അനുഭവമാണ്, പരസ്പര ബന്ധമില്ലാതായി തോന്നുന്നു. എല്ലാവരോടും പരസ്പരം ബന്ധമില്ലാതായി തോന്നുന്നു. ആരും തന്നെ സ്നേഹിക്കുന്നില്ല എന്നും ഉള്ള തോന്നല അത്തരത്തിലുള്ള ഏകാന്തത അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുന്നു. പരസ്പരം ബന്ധമില്ലാത്തതായി തോന്നുന്നു. എല്ലാം പരസ്പരം ബന്ധമില്ലാത്തതായി തോന്നുന്നു. അടുത്ത, ജീവിതത്തിന്റെ താളം തന്നെ തെറ്റുന്നു. ഒരു സന്തുലിത അവസ്ഥയ്ക്കൊരു കോട്ടം വരുന്നു എന്നുള്ളതാണ്. എല്ലാം ഒരു താറുമാറായ ഒരു ജീവിതം, ടോട്ടൽ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം. ശൂന്യതയും വികാരതയും അനുഭവപ്പെടുന്നു. ശൂന്യതയും നിർവികാരതയും അനുഭവപ്പെടുന്നു. ഒന്നിനോടും താല്പര്യമില്ലായ്മ അനുഭവപ്പെടുന്നു. ഒന്നിനോടും താല്പര്യമില്ലായ്മ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെഴുതാം. പ്രാർത്ഥിക്കാനാണെങ്കിലോ, ആരാധനാലയത്തിൽ പോകാനാണെങ്കിലോ, അല്ലെങ്കിൽ ദൈവനാമത്തിന് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലോ, പിന്നെ കുടുംബകാര്യം നോക്കുന്നതിലാണെങ്കിലോ, വ്യക്തിപരമായ ശുചിത്വത്തിനാണെങ്കിലോ, ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇതെഴുതാം. ഇതെല്ലാം ഇതിൽ വരും. അപ്പോൾ ശൂന്യത, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഭക്ഷണം കഴിക്കാനാണെങ്കിലോ, പിന്നെ മറ്റുള്ളവരോടൊന്ന് സംസാരിക്കാനാണെങ്കിലോ അല്ലെ, അത്തരത്തിലുള്ള അനുഭവം അനുഭവിക്കുന്നവർക്കറിയാം. നമ്മളൊന്ന് അവരോടുമായിട്ട് സംസാരിക്കാൻ ഇരുന്നാൽ പോലും അവർക്കൊരു താല്പര്യമില്ലായ്മ അല്ലെ,
വേറിട്ട് ഒരു ഒറ്റയ്ക്കിരിക്കണമെന്നുള്ള ഒരു ചിന്ത അവരെ ഭരിക്കുന്നു. അപ്പോ ഈ ഏകാന്തതയ്ക്ക് മുമ്പ് അവർക്കെല്ലാം ചില കാര്യങ്ങൾ നിർബന്ധമായിരുന്നു. ഇന്നിപ്പോ ഒരു കാര്യത്തിൽ നിർബന്ധമില്ല. വന്നാ വന്നു, കേട്ടാൽ കേട്ടു, അല്ലേ, പോയാൽ പോയി എന്നുള്ള ആ ഒരു ചിന്ത. ഒന്നിനും ഒരു പ്രശ്നമാകാത്ത അവസ്ഥ. എന്ത് തന്നെ നടന്നാലും എനിക്കൊന്നും ഇതിൽ വിഷയമില്ല എന്നുള്ള ഒരു കാര്യമാണ്, അല്ലേ. ചില പേരൻസ് അല്ല ചില ഭവനങ്ങളിലെ സഭാ ശുശ്രൂഷയിലായതുകൊണ്ടൊക്കെ അറിയാം, ഒരു ഗ്രാമത്തിലൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് ചില ഭവനങ്ങളിൽ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ അമ്മാമ്മ അല്ലെങ്കിൽ ഭാര്യ ആ കുടുംബം പോറ്റാനായിട്ട് വളരെ പെടാപാട് പാടും. അച്ഛനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കിട്ടുന്ന കാശ് വെള്ളം അടിച്ച് നല്ല മദ്യപിച്ച്, പുള്ളിക്ക് മക്കളുണ്ടെന്നോ മക്കളെ പഠിപ്പിക്കണമെന്നോ വിവാഹം കഴിപ്പിക്കണമെന്നോ ഒരു കുഴപ്പമില്ല. സമയാസമയം അവിടെ പോയിരിക്കും. ആഹാരം കിട്ടിയില്ലെങ്കിൽ, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇരിക്കുന്നത് അടിച്ചു തകർക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഒരവസ്ഥ, അല്ലേ. അപ്പോ മറ്റൊരു പ്രയാസമാണ് ഞാൻ ആർക്കും സ്വന്തമല്ല എന്നൊരു തോന്നലാണ്. ഞാൻ ആർക്കും സ്വന്തമല്ല എന്നൊരു തോന്നൽ. എന്നിട്ട് മറ്റുള്ളവർ ചോദിക്കോ എന്റെ ഈ ഒരു ജീവിതം എന്താണ് വില? ചുമ്മാ ജീവിച്ചു, എങ്ങനെയോ ജനിച്ചു, എങ്ങനെയോ ജീവിക്കുന്നു, അല്ലെ. ജീവിതത്തെ കുറിച്ചൊരു വിലയില്ലാത്ത അനുഭവം. അപ്പോൾ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം താറുമാറാകുന്നു. പ്രാർത്ഥനയിൽ കുറവ് വരുന്നു. കുടുംബത്തിലിരുന്നുള്ള സംഭാഷണം, ഒരുമിച്ചുള്ള ഭക്ഷണം കഴിപ്പ്, മറ്റ് ഉല്ലാസയാത്രകൾ, ഇതെല്ലാം ഒരു ഇൻട്രസ്റ്റ്, താല്പര്യമില്ലായ്മയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് ഒത്തിരി കാര്യങ്ങൾ അനുഭവപ്പെടാം. ഇത്രയും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏകാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഭവപ്പെടാകുന്ന ചില ചിന്തകളാണ്. അപ്പോ ഇത്തരത്തിലുള്ളവരെ നമുക്ക് എങ്ങനെ അവരെ കൗൺസിലിംഗിലേക്ക് നടത്താം എന്ന് ചിന്തിക്കുമ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 4-11 വാക്യങ്ങൾ, 4-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാം. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരിഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ. ഓക്കെ, അപ്പോ ഈ ഏകാന്തതയിൽ കഴിയുന്നവർക്ക് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ബിബ്ലിക്കൽ കൗൺസിലിംഗിനാണല്ലോ, ക്രിസ്തീയ കൗൺസിലിംഗിനാണല്ലോ നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ ഒരാൾ ഏകാന്തത അനുഭവിക്കുക, നമ്മൾ പറയുക ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ എന്ത് ചെയ്തു? ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ദത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. ഉണ്ടോ? അപ്പൊ അവിടെ നാം വായിക്കുന്നു അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അപ്പോ നമ്മൾ ആരും ഏകാന്തത അനുഭവിക്കേണ്ടി വരല്ല. ലോകം വെറുത്താലും മറ്റാരും നമ്മെ വെറുത്താലും ദൈവം നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ദത്തെടുത്തു. പിന്നെ ദൈവത്തിന്റെ ആലോചന പ്രകാരം നമ്മെ എന്ത് ചെയ്തു? അവകാശം നമുക്ക് തന്നു. തന്റെ ദൈവിക ഹിതത്തിന്റെ ആലോചന പ്രകാരം. സങ്കീർത്തനക്കാരനായ ദാവീദിന് ഇതുപോലുള്ള ഒരു അനുഭവം തനിക്ക് നേരിട്ടപ്പോ താൻ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്നെ താൻ വചനത്തിൽ ദൈവത്തിൽ ആശ്രയം ഉള്ളത് കൊണ്ട് താൻ പറഞ്ഞത് എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊണ്ടുവന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഏകാന്തതകൾ ദൈവത്തെ ആരാധിക്കുന്നവർക്കും വചനം സംസാരിക്കുന്നവർക്കും കൗൺസിലർമാർക്കും ദൈവദാസന്മാർക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണ്ടാകാം. പക്ഷേ മറു സൈഡിൽ വചനം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലേ. അതാണ്. അപ്പോ നമ്മൾ ദുഃഖത്തിലിരിക്കുമ്പോൾ തന്നെ, സങ്കടത്തിലിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ബലഹീനതകളിലും ദൈവം തുണ നിൽക്കുന്നു. 139-ാം സങ്കീർത്തനം 15-16 വായിക്കുമ്പോൾ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ്, നാം നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ മാംസ പിണ്ണാഹാരമായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ കണ്ടു. അപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമുക്ക് ജന്മം തന്ന പിതാവോ 10 മാസം ഉദരത്തിൽ വേദനയോടെ വളരെ കഷ്ടവും ഒക്കെ വഹിച്ച്
ചുമന്ന മാതാവും കാണുന്നതിന് മുമ്പ് നമ്മെ ദൈവം കണ്ടു. നമ്മെ കാണുക മാത്രമല്ല, നമ്മെക്കുറിച്ചുള്ളതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആരും ഒരിക്കലും ഏഹ്, ഒരു ഉദ്ദേശമില്ലാതെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരല്ല, ജീവിക്കുന്നവരല്ല. ദൈവിക നിർണയപ്രകാരം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നമ്മെക്കുറിച്ചുള്ളതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇരമ്യാവിലാണോ യെശയ്യാവിലാണോ എന്നറിയത്തില്ല, ഒരു വാക്യമുണ്ട്, നിങ്ങളെ വിലയേറിയവരും മാന്യരുമായി ഞാൻ നിങ്ങളെ എണ്ണിയിരിക്കുന്നു എന്നൊരു വചനമുണ്ട്. ഓക്കെ, വിലയേറിയവരും മാന്യരുമായി ഞാൻ നിങ്ങളെ എണ്ണിയിരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ വിലയേറിയവരാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ചിലപ്പോൾ നമ്മൾ കഴിവുള്ളവരെ എല്ലാവരും അഭിനന്ദിക്കും, പ്രോത്സാഹിപ്പിക്കും, അല്ലെ, ബഹുമാനിക്കും. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മളെല്ലാവരും വിലയേറിയവരും മാന്യരുമാണ്, അല്ലേ? 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതി, രാജപുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം. 4 അവിടെ പദവികളാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ദൈവിക വചനങ്ങൾ നമുക്ക് കോട്ട് ചെയ്ത് അവരെ ഏകാന്തതയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ദൈവം നിങ്ങൾക്കായി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏകാന്തതകളെ അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ആ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കണം എന്നുള്ള അനുഭവം നമുക്ക് വ്യക്തിയോട് പങ്കുവയ്ക്കാനായിട്ട് കഴിയും. റൈറ്റ്. അപ്പോ ഓക്കെ, തന്റെ ജീവിതത്തിന്റെ വില എന്താണെന്ന് ഏകാന്തത അനുഭവിക്കുന്നവർ അറിഞ്ഞിരിക്കണം. അപ്പോ നമ്മുടെ ജീവിതം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. ജീവന്റെ ഉത്ഭവം അല്ലെങ്കിൽ ജീവന്റെ ഉറവിടം ക്രിസ്തുവാണ്. അത് നമുക്ക് സ്വയം നശിപ്പിക്കാനായിട്ടുള്ളതല്ല, അല്ലെ? 70, 80, 100 ഒക്കെ വയസ്സ് വരെ നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യത്തോടെ തന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാനായിട്ടുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? ജീവിതത്തെ അർത്ഥശൂന്യമായി കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോ ആത്മഹത്യകൾ ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? ഈ മനഃശാസ്ത്രം ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ഈ കൗൺസിലേഴ്സ് അവരുടെ പഠനത്തിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആരാണ് ആത്മഹത്യ ചെയ്യുന്നത്? അവരുടെ ഡെഫിനേഷൻ അനുസരിച്ച്, അവരുടെ പഠനത്തിലോ തെളിഞ്ഞത്, ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ്, ജീവിതം ഒത്തിരി ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾ ജീവനോട് ഇരിക്കണമെന്ന ആഗ്രഹത്തോടെ ആയിരുന്നു, പക്ഷേ മുന്നോട്ട് എങ്ങനെ ജീവിക്കും, ഓരോ കാര്യങ്ങളുടേതായിട്ടുള്ള പ്രതിസന്ധികൾ മനസ്സിലാക്കി അതിനേക്കാൾ അങ്ങനെ നരകിച്ച് ജീവിതം നയിക്കുന്നേക്കാൾ ഞാൻ മരിച്ചു കളയാം എന്നൊരു പെട്ടെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുമ്പോൾ അവര് എന്തുവാ അവിവേകം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ, അവൻ ജീവിച്ച് കൊതി തീർന്നു അതുകൊണ്ട് മരിച്ചു എന്നല്ല. ജീവിതത്തെക്കുറിച്ച്, മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ആ ദൂരം നോക്കുമ്പോൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആശങ്കകൾ ജീവിതത്തിൽ വരുമ്പോൾ തന്റെ ജീവിതം ഒരു അർത്ഥശൂന്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനെ താൻ ചെയ്തു കൂട്ടുന്ന, അല്ലെങ്കിൽ വ്യക്തികൾ ചെയ്തു കൂട്ടുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ. ഓക്കെ, യെശയ്യാ പ്രവചനം 43:4 വാക്യം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ വാക്യമാണെന്ന് തോന്നുന്നു. യെശയ്യാവ് 43:4. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഓക്കെ, അപ്പോ ജീവിതത്തിൽ വില എന്താണെന്ന് നമ്മൾ ഏകാന്തതയിലായിരിക്കുന്ന വ്യക്തികൾക്ക് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. പിതാവായ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. ഓക്കെ, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മെ നമ്മുടെ യോഗ്യതകളോ കഴിവുകളോ ഒന്നും കണ്ടിട്ടല്ല, ഇതൊന്ന് വിലയേറിയവരും മാന്യരുമായിട്ട് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19 വാക്യം വായിക്കാം. ഫിലിപ്പിയർ 4:19.
എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഓക്കെ, അപ്പോ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കാം വ്യക്തിയെ ഏകാന്തതയിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെ? ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം, വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ പഠിച്ചതിനൊത്തവണ്ണം ജോലി ലഭിക്കാത്തതോ അതിൻ്റെതായിട്ടുള്ള അംഗീകാരം ലഭിക്കാത്തതായിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധി ആയിരിക്കാം വ്യക്തികളെ ഏകാന്തതയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ ഇവിടെ വായിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തയേശുവിൽ തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്ത് തരും, അല്ലേ? ആയി. പിന്നെ ഫിലിപ്പിയർ 4:6 അല്ലേ? ഒന്നിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും. അപ്പോ ഏകാന്തത, ദുഃഖം, ആഗ്രഹങ്ങൾ, ഒറ്റപ്പെടൽ എല്ലാം തിരമാല പോലെയാണ്, അല്ലെ? പക്ഷെ അതിനെ നമ്മൾ എത്രത്തോളം അംഗീകരിക്കുന്നുവോ, അത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവോ, അതിന്റെ തിരമാലയുടെ ദൈർഘ്യം കുറഞ്ഞു വരും, അല്ലെ? അപ്പോ ഒരു രോഗം വന്നു, പ്രയാസം വരുമ്പോ ഇത് ഓക്കെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു വിശ്വാസം നമ്മിൽ ഉളവാകുമ്പോൾ അതിനോട് പൊരുത്തപ്പെടുവാൻ നമുക്ക് കഴിയും, അല്ലെ? അതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഏകാന്തതയിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിങ്ങിനെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറ്റബോധം കൊണ്ട് ഉള്ളവർക്കുള്ള കൗൺസിലിംഗ്, കുറ്റബോധത്തിലുള്ളവർക്കുള്ള കൗൺസിലിംഗ്. കുറ്റബോധം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഉള്ള കൗൺസിലിംഗ്, കുറ്റബോധം കൊണ്ട് വിഷമിക്കുന്നവർക്കുള്ള കൗൺസിലിംഗ്. അപ്പോൾ മറ്റൊരു പ്രതിസന്ധിയാണ് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കാവുന്ന മറ്റൊരു പ്രതിസന്ധിയാണ്, വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമ സംഗതിയാണ് കുറ്റബോധം. അപ്പോൾ മനുഷ്യന്റെ കുറ്റബോധത്തിന് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദാം ഹവ്വ ദമ്പതികൾ പരസ്പരം കുറ്റപ്പെടുത്തി, അല്ലേ? ആദാം ഹവ്വയെ കുറ്റപ്പെടുത്തി, ഹവ്വ പാമ്പിനെ കുറ്റപ്പെടുത്തി, അല്ലേ? ഓക്കെ, അപ്പോ എന്നാൽ കുറ്റബോധം കൊണ്ട് ഏറ്റവും വലിയ അറിവാണ് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോ ആദാം ഹവ്വമാര് പരസ്പരം കുറ്റപ്പെടുത്തിയപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? തന്റെ കുറ്റബോധം ദൈവത്തോട് എന്ത് ചെയ്തു? ഏറ്റുപറഞ്ഞു. സങ്കീർത്തനം 51:4 വാക്യം. സങ്കീർത്തനം 51:4. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ താങ്ക് യു. അപ്പൊ ഇവിടെ വായിക്കുന്നു, ദാവീദ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ തന്റെ ആ ബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കുറ്റബോധം ഉളവാകുകയുള്ളൂ, അല്ലേ? അപ്പൊ കുറ്റബോധത്താൽ ഉണ്ടാകുന്ന കുറ്റം എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അല്ലേ? തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു വ്യക്തിയും ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ്. നീതിമാൻ ആരുമില്ല. പക്ഷെ ആ തെറ്റുകുറ്റങ്ങളെ നാം അറിയുകയും ദൈവത്തോട് പാപക്ഷമ നമ്മൾ പ്രാപിക്കുകയും ചെയ്യണം. ദാവീദ് ഇവിടെ ചെയ്യുന്നതാണ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ ധൂർത്തുപുത്രൻ അല്ലെങ്കിൽ അപ്പന്റെ ഇളയ മകൻ ചെയ്ത കാര്യം, അല്ലെ? ലൂക്കോസ് 19-ാം അധ്യായം തോന്നുന്നു നമ്മൾ വായിക്കുമ്പോൾ, അപ്പന്റെ ഇളയ മകൻ തനിക്ക് അവകാശമായി ലഭിക്കുന്ന സ്വത്തുക്കളെ അല്ലെങ്കിൽ അവകാശത്തെ കൈപ്പറ്റിക്കൊണ്ട് താൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ആഡംബര ജീവിതം നയിക്കാനായിട്ട് പോയി. അവിടെ നിന്ന് വായിക്കുന്നു, അവന് സുബോധം വന്നിട്ട്, അല്ലെ? 15-ാം അധ്യായമാണ്, അല്ലെ? 15-ാമത്തെ വാക്യം തോന്നുന്നു, അവന് സുബോധം വന്നിട്ട്. 17ആണോ? 15-17. അതെ, വായിച്ചോ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു,
ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഓക്കെ. അപ്പോ അവിടെയും ഒരു അനുതാപത്തിന്റെ ഹൃദയം തനിക്ക് ദൈവം നൽകി എന്നുള്ളതാണ് അല്ലേ? സുബോധം വന്നിട്ട്. അപ്പോൾ അതാണ് മനുഷ്യന് വേണ്ടിയത്. അപ്പൊ തെറ്റുപറ്റുക സഹജമാണ്. പക്ഷെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ തന്നെ തുടരുന്നതാണ് പൈശാചികം. അപ്പൊ തെറ്റുപറ്റുക സഹജമാണ് അല്ലെ, മാനുഷ്യമാണ്. പക്ഷെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അതിൽ തന്നെ തുടരുന്നത് അത് പൈശാചികമാണ്. അപ്പൊ രണ്ടു വിധത്തിൽ കുറ്റബോധം കാണാൻ കഴിയും. രണ്ടു വിധത്തിൽ. ഒന്ന്, കുറ്റബോധത്തിന്റെ കാരണം എന്തെന്ന് അറിയാവുന്ന കുറ്റം. ഇപ്പോൾ ദാവീദ് സമ്മതിച്ച പോലെ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. കുറ്റബോധത്തിന്റെ കാരണം എന്താണെന്ന് അറിയാവുന്നത്. രണ്ട്, അവ്യക്തമായ കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് കുറ്റബോധമുണ്ട്, പക്ഷെ എന്താ കുറ്റബോധം ഉണ്ടായത് എന്ന് ഒരു അറിവില്ലായ്മ. അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷയിലോ നമ്മുടെ ജീവിതത്തിലോ ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. എപ്പോഴും നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അവർ മിണ്ടാതിരിക്കുന്നു, കണ്ടാൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും അല്ലെ, സ്വയം ചിന്തിക്കും, അയ്യോ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്താ ആ വ്യക്തി നമ്മോട് മുഖം തരാഞ്ഞത് അല്ലെങ്കിൽ സംസാരിക്കാഞ്ഞത്, ക്രൈസ്തവരോട് പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ആ വ്യക്തിയോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ, എന്താ കാര്യം. ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിരിക്കാം, പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യം ആയിരിക്കത്തില്ല താനും. അപ്പോ കർത്താവ് അപ്പോസ്തലനായ പൗലോസ് ഈ തിരുമേശയെ സംബന്ധിക്കുമ്പോൾ തിരുമേശയെ സംബന്ധിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 11:23 വായിക്കുമ്പോൾ, നിങ്ങൾ സ്വയം ശോധന ചെയ്തിട്ട് വേണം ഈ വീഞ്ഞുകൾ ഭക്ഷിക്കാനായിട്ട്. അപ്പോ ഈ കുറ്റബോധം നമുക്ക് ഉളവാകാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ മനസ്സാക്ഷി കുറ്റം വിധിക്കുന്നതിനാലുള്ള കുറ്റബോധം ഒന്നാമത്തെ കൂട്ടർക്ക് മനസ്സിലാകാൻ കഴിയുന്നു. രണ്ടാമത്തെ കാര്യം, കാരണം വ്യക്തമായി അവർക്കറിയാം, അത് അവർ വെളിപ്പെടുത്തുവാൻ തയ്യാറായാൽ അവർ കൗൺസിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് എളുപ്പമാണ്. അപ്പൊ ഒരു വ്യക്തി വന്ന് പറയുകയാണ്, ഞാൻ ഈയിടെയായിട്ട് ഒത്തിരി ജീവിതത്തിൽ നിരാശയാണ്, അപ്പം കേൾക്കുന്നുണ്ടോ? ഇല്ല സാറേ. ലെഫ്റ്റ് ആയി. അപ്പോൾ രണ്ട് വിധത്തിലുള്ള കുറ്റബോധമാണ് ഒരു വ്യക്തിയിൽ ഉളവാകുന്നത്. ഒന്ന്, കുറ്റബോധത്തിന്റെ കാരണം എന്തെന്ന് അറിയാവുന്ന അവസ്ഥ. രണ്ട്, അവ്യക്തമായ കുറ്റബോധം. അതായത് എന്താണ് കാരണം വ്യക്തമായി അവർക്കറിയാം, അത് അവർ വെളിപ്പെടുത്താൻ തയ്യാറല്ല, അവരെ കൗൺസിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോ കൗൺസിലിങ്ങിന് വരുമ്പോൾ വ്യക്തികൾക്ക് ചിലപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് എന്താണെന്ന് അറിയാം. പക്ഷെ അത് അംഗീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാനിത് ചെയ്തത് കൊണ്ടാണ് ഇത്രയും പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ വന്നത് എന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം എങ്കിൽ പോലും അത് മനസ്സിലാക്കാനോ അതിൽ നിന്നൊരു ഓവർകമായിട്ട് ജീവിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾ കൗൺസിലിങ്ങിന് വന്നിരുന്നാൽ പോലും അവർക്ക് ആ വ്യക്തിമായിട്ടുള്ള കാരണം അറിയാം. കാരണം അത് പറയാതിരിക്കുന്നിടത്തോളം കൗൺസിലിംഗ് അവർക്ക് ഫലപ്രദമായി തീരാൻ ഇടയാകില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ കുറ്റബോധം അല്ലെങ്കിൽ കുറ്റബോധത്തിലായിരിക്കുന്നവർക്കുള്ള കൗൺസിലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ വേദപുസ്തകത്തിൽ പല വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. കർത്താവ് ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ടിടയായി. പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് ചോദിക്കുകയാണ്, ഒരു സഹോദരൻ നമ്മോട് പിഴച്ചാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോ അതിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ക്ഷമയുടെ ഒരു പാഠം കർത്താവ് പഠിപ്പിക്കുമ്പോൾ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തലുകളില്ലാതെ പരസ്പരം ബഹുമാനിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അംഗീകരിക്കാൻ ചെയ്യുമ്പോൾ
നമുക്ക് കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയും. അപ്പോ രണ്ട് മൂന്ന് റെഫറൻസ് നമുക്ക് ഇവിടെ നോക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. മർക്കോസ് 2:7. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഇവിടെ യഹൂദന്മാർ അല്ലെങ്കിൽ കർത്താവിനോട് തന്നെ ശാസ്ത്രിമാരൊക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ടല്ലേ. പക്ഷപാതത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു പറഞ്ഞപ്പോ പുത്രനായ ക്രിസ്തുവിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണല്ലേ, കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ക്ഷമിക്കുന്ന ദൈവത്തെയും ക്ഷമിക്കുവാൻ കടപ്പെട്ട വിശ്വാസികളെ കുറിച്ചും വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നു. ആത്മീയ ജീവിതത്തിന്റെ പ്രതിഫലനമാണ് കുറ്റബോധം. കുറ്റബോധം കൊണ്ട് വലയുന്നവർ ദൈവം മുമ്പാകെ അനുതപിച്ച് നിലവിളിച്ചാൽ പാപക്ഷമ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോ കുറ്റബോധം ഉണ്ടാകുന്നതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പക്ഷെ അത് ഉണ്ടാകണം അല്ലേ. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം വിടുവിക്കും എന്നുള്ളതാണ്. സങ്കീർത്തനം പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവർ ഭാഗ്യവാന്മാരെന്നാണ്. അപ്പോ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ള ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോ അകൃത്യങ്ങളെ മോചിക്കുവാനും 99-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം വായിക്കാം. 99-ാം സങ്കീർത്തനം, Psalms 99:8. പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ, പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. 99:8. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരളി, നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. പഴയ നിയമ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ ദൈവം ക്ഷമ കാണിച്ചു അല്ലെ, അവരോട് ക്ഷമ കാണിച്ചു. പലപ്പോഴും ദൈവത്തിനും ദൈവത്തിന്റെ ദാസന്മാർക്കും വിരോധമായി ഇസ്രായേൽ മക്കൾ പിറുപിറുത്തു, പരസ്പരം കുറ്റപ്പെടുത്തി. ഇനി മോശയോട് പോലും പറഞ്ഞല്ലേ, നീ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണോ ഈ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ പോലുള്ള അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ദൈവം അവരെ എന്ത് ചെയ്തില്ല, നശിപ്പിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ അവരുടെ പല സമയങ്ങളിലും ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരെ, അത് മനസ്സിലാക്കി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരുമാണ് അല്ലെ. എങ്കിലും ഈ കുറ്റപ്പെടുത്തുക എന്നുള്ള അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ജനത്തിന് പകരം മോശ ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീഴുമായിരുന്നു അല്ലേ. ദൈവം ഉപാധികൾ കൊടുക്കും. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോ ജനത്തോടുള്ള ദേഷ്യം കൊണ്ട് മോശ എന്ത് ചെയ്തു, പാറയെ അടിച്ചു അല്ലേ. കൽപ്പലക എടുത്ത് എറിഞ്ഞു കളഞ്ഞു. ദൈവത്തോടുള്ള കോപം കൊണ്ടല്ല, ഈ ജനം കൽപ്പലകയൊക്കെ മേടിച്ചിട്ട് താഴെ വന്നപ്പോ അവര് വിഗ്രഹങ്ങൾ കാളക്കൊട്ടി ഉണ്ടാക്കി അങ്ങ് ആരാധന തുടങ്ങി. ഇത് സഹിക്കാൻ വയ്യ അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയത്, ദൈവത്തിന്റെ അരുളപ്പാട്. ഓക്കെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ശുശ്രൂഷ മേഖല നമ്മുടെ മിനിസ്ട്രിയിലൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. സങ്കീർത്തനം 8:5 വായിക്കും, കർത്താവ് നീ നല്ലവനും ക്ഷമിക്കുന്നവൻ നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു അവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പോ ഈ കുറ്റബോധം, ദൈവസേനയിൽ കുറ്റം ഏറ്റു പറയുന്നവനെ കരുണയോടെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം. അപ്പോ ഇത്തരത്തിലുള്ള ദൈവിക വചനങ്ങൾ കുറ്റബോധത്തിലായിരിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കാനായിട്ട് ഇടയാകും. ഒത്തിരി റെഫറൻസുകൾ കാണുന്നു. യെശയ്യാപ്രവചനം 59:12, 59:12 വാക്യം. ഐസായ ചാപ്റ്റർ 59:12. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുൻപാകെ പെരുകിയിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു, ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. ഓക്കെ,
അപ്പോൾ ഈ ഇവിടെ എല്ലാം ഈ റെഫറൻസ് എല്ലാം നമ്മൾ വായിക്കും, വചനം പഠിക്കുമ്പോൾ ഈ കുറ്റം ഉണ്ടാകുക സഹജമാണ്. പക്ഷെ കുറ്റബോധം ഉണ്ടാകണം, അതൊരു ദൈവികമാണ്. പക്ഷെ ആ കുറ്റബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തോട് അനുദപിക്കണം. ഇവിടെ ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു, അകൃത്യങ്ങൾ അറിയണം, അല്ലേ? അറിയണം. സദൃശവാക്യം Proverbs chapter 28 verse 13. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്നുള്ള വാക്യമാണ്. റെഫറൻസ് ഒന്ന് പറയാ സാറേ. Proverbs സദൃശവാക്യങ്ങൾ 28 11 13 എന്ന് തോന്നണം. Proverbs chapter 28 verse 13. 13. ആ വാക്യം തന്നെ, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. റൈറ്റ്? വായിക്കാനോ? ആ വചനം തന്നെ അവിടെ കിടക്കുന്നു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. 13. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിഷാദ രോഗത്തിൽ അല്ലെങ്കിൽ കുറ്റബോധത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന സഹായം. അടുത്ത മൂന്നാമതായി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിഷാദ രോഗികൾക്കുള്ള കൗൺസിലിംഗ്, ആൻസൈറ്റി കൗൺസിലിംഗ് ഫോർ ദ പേഴ്സൺ ദോസ് ഹു ആർ അണ്ടർഗോയിങ് ആൻസൈറ്റി. വിഷാദ രോഗികൾക്കുള്ള കൗൺസിലിംഗ്. ഒരു തരത്തിൽ രണ്ട് തരത്തിലുള്ള ആൻസൈറ്റി ഉണ്ട്. നോർമൽ ആൻസൈറ്റി ആൻഡ് അബ്നോർമൽ ആൻസൈറ്റി. സാധാരണ വിഷാദവും അസാധാരണ വിഷാദവും. അപ്പോൾ സാധാരണ വിഷാദം എല്ലാവർക്കും ആവശ്യമാണ്, നോർമൽ ആൻസൈറ്റി എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പോ ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് 1-2 പേരും അയ്യോ സാറേ എക്സാമിന്റെ ഒക്കെ കാര്യം പറയുന്നത് കേട്ടു, എന്താ കാര്യം അല്ലേ? അതങ്ങനെ ചോദിച്ചിട്ട് നോർമൽ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എക്സാമിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതായിരിക്കും, അല്ലേ? അത് നിങ്ങൾക്ക് വിഷാദമായി തീരാതിരിക്കാൻ വേണ്ടി ഞാനത് സെൻസ് ചെയ്തിട്ട് പറഞ്ഞു അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, അല്ലേ എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ആശ്വാസമായി, പിന്നെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോ ഒരു നോർമൽ ആൻസൈറ്റി എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വിഷാദം നമുക്കില്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യത്തില്ല, അല്ലേ? കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ വിടണം, നമ്മൾ കാര്യങ്ങളൊന്നും അത്രയും സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളോടൊപ്പം അങ്ങ് ഉറങ്ങും, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് 8 മണിക്കോ അല്ലെങ്കിൽ 8:30ക്കോ വന്ന് സ്കൂൾ വാൻ വന്ന് ഹാണടിക്കും. അയ്യോ, നമ്മൾ അപ്പോഴാണ് വെപ്രാളം, അയ്യോ കുഞ്ഞിനെ കുളിപ്പിച്ചില്ല, കുഞ്ഞിനെ കഴിക്കാൻ കൊടുത്തില്ല, ലഞ്ച് ബോക്സ് തയ്യാറാക്കിയില്ല. പക്ഷെ ഒരു ഉൾക്കടല ഉള്ളത് കൊണ്ട് ഒരു നോർമൽ ആൻസൈറ്റി ആണ് നമ്മളെ കാര്യങ്ങൾ യഥാക്രമം സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകൃതമായിട്ട് ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. അത് ഓവർ ആൻസൈറ്റി ആയിട്ട് വരുമ്പോഴാണ് നമുക്കത്, അതും ഡേഞ്ചറാണ്, അല്ലേ? അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണല്ലേ. നമ്മൾ ഒരു ഓവർ ആൻസൈറ്റി ഉള്ള ഒരാൾക്ക് ഒരിക്കലും വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. നമ്മൾ വാഹനം ഓടിക്കും പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വാഹനം വരും, അല്ലേ? ഗൾഫിലൊക്കെ ആണെങ്കിൽ നടുക്കൊരു എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ആണെങ്കിൽ നടുക്കൊരു മതിലോ അല്ലെങ്കിൽ ഗാർഡൻ ആയിട്ടോ ഒക്കെ, അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. ഒരു സൈഡിൽ കൂടെ നമുക്ക് ആ നിശ്ചിത അവർ പറയപ്പെടുന്ന സ്പീഡിൽ നമുക്ക് ഓടിച്ചു പോകാം. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥയാണെങ്കിൽ ഒരു സൈഡിൽ തന്നെ നമ്മൾ 2 സൈഡും നോക്കണം, ഇപ്പം കെയർഫുൾ ആയിട്ട്, അല്ലേ? നമ്മൾ ഇച്ചിരി റോഡിൽ നടുക്കൂടെ പോകുകയാണെങ്കിൽ നമ്മുടെ ഇടതുവശത്തൂടെ വാഹനം എടുത്തോണ്ട് പോകും, അല്ലേ? അപ്പോ ആൻസൈറ്റി ഉള്ള ഒരാളാണെങ്കിൽ എതിരെ ഒരു ടിപ്പർ വരും, അയ്യോ ഇത് എന്റെ നേർക്കാണല്ലോ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്പം പോലും വണ്ടി ഫ്രണ്ടിലോട്ട് നീക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലേ? നമ്മൾ അവിടെ സൈഡിൽ ഇട്ടിട്ട് എല്ലാ വണ്ടിയും പോയി തീരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അപ്പൊ നമുക്ക് വീട്ടിൽ രാത്രി ആയാലും എത്താൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഒരു ആൻസൈറ്റി വേണം. അപ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാനായിട്ട് നമ്മെ സഹായിക്കും. ഓവർ ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 വിധത്തിലുള്ള ആൻസൈറ്റിയാണ്. അപ്പോൾ ഈ ഭയവും വിഷാദവും കഴിയുന്ന വിഷാദ രോഗികളായി തീരും. ഇത് കൂടുതൽ ഈ ആൻസൈറ്റി വരുമ്പോഴാണത് വിഷാദ രോഗിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരുന്നു. അപ്പോൾ എങ്ങനെ ഈ വിഷാദം ഉണ്ടാകുന്നു എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ കൊണ്ട്. വ്യക്തിത്വ വികസനത്തിൽ. അപ്പോൾ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ
പേഴ്സണാലിറ്റി അല്ലെ, ബോഡി, സ്പിരിറ്റ് ആൻഡ് സോൾ. ശാരീരിക വളർച്ച ആവശ്യമാണ്, എന്തുവാ ശാരീരിക വളർച്ച ആവശ്യമാണ്, നമ്മുടെ ബുദ്ധി ഇന്റലക്ച്വൽ ഗ്രോത്ത് ആവശ്യമാണ്, പിന്നെ ഫിസിക്കൽ ഇന്റലക്ച്വൽ സ്പിരിച്വൽ ഗ്രോത്തും ആവശ്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 52 പൈതൽ വളർ ഓക്കെ ഞാനെന്ന് ആത്മാവിൽ വിളപ്പെട്ടു. ഓക്കെ, 2:50 തോന്നുന്നു. Luke 2:52. Yeah, right. 2:52, yes. അതാ യോശുവ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരും കൃപയിൽ മുതിർന്നു വന്നു. അതില് ഒന്നാമത്തെ വാക്യം 80-ലും കാണുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ വെള്ളപ്പെട്ടു, അവൻ ഇസ്രായേലിനെ കാണിക്കുന്ന നാൾ വരെ. രണ്ടാമത്തെ 40-ാമത്തെ വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അവിടെ 3 kinds of ഗ്രോത്ത് അവിടെ കാണുന്നു അല്ലേ. പൈതൽ വളർന്നു, ഫിസിക്കൽ ഗ്രോത്ത്, ആത്മാവിൽ സ്പിരിച്വൽ ഗ്രോത്ത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ഇന്റലക്ച്വൽ ഗ്രോത്ത്, പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത് ആണ് അല്ലെ. അപ്പൊ ഇത് 3-നും പ്രാധാന്യത നമുക്ക് നൽകണം, ബോഡി, സ്പിരിറ്റ് ആൻഡ് സോൾ. അതാണ് ഒരു വ്യക്തിത്വം. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു ക്രമക്കേടുകൾ ചിലപ്പോൾ വിഷാദ രോഗത്തിലേക്ക് നയിക്കാം അല്ലെ. അപ്പോൾ പ്രായത്തിനൊത്ത ശാരീരിക വളർച്ച ഉണ്ടാകണം. അതുപോലെ പ്രധാനമാണ് ഇന്റലക്ച്വൽ ദൈവിക ജ്ഞാനം അല്ലെ, അറിവുണ്ടാകണം. അതുപോലെ ആണ് ആത്മീയ പക്വത. പക്ഷേ മാതാപിതാക്കൾക്ക് ആദ്യം പറയുന്ന 2 കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. പക്ഷെ 3-ാമത്തെ കാര്യം അത് ഒന്നാമത് വരേണ്ടതാണ് അല്ലേ, ആത്മീയ കാര്യങ്ങൾക്ക് അല്ലേ. പ്രായമുള്ള മാതാപിതാക്കൾ അത്തരം പ്രാധാന്യത കൊടുത്തത് കൊണ്ടാണ് ഈ പ്രായത്തിലും നിങ്ങൾക്ക് ഈ പ്രായത്തിലും സമാധാനത്തോടെ ഇരുന്ന് വചനം പഠിക്കാനായിട്ട് കഴിയുന്നത് അല്ലേ. മക്കളെല്ലാം പ്രാർത്ഥിച്ചും ആ ദൈവിക സൂക്ഷ്മത വളർത്തി അവരെല്ലാം പല ഭാഗങ്ങളിലും ദൈവഭയത്തോടുകൂടെ ആയിരിക്കുന്നു. നമുക്ക് സമാധാനത്തോടെ വചനം പഠിക്കാൻ കഴിയുന്നു അല്ലേ. അപ്പോ ഓക്കെ, ആത്മീയത്തിനും ഒരുപോലെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ചിലർ ഫിസിക്കലിന് മാത്രം അറ്റൻഷൻ കൊടുക്കും അല്ലെ. ശരീരം വളർന്നുകൊണ്ടിരിക്കും, ബുദ്ധിപരമായിട്ടോ ആത്മീയപരമായിട്ടോ ഒരു വളർച്ചയും കാണത്തില്ല അല്ലെ. 23-ാം സങ്കീർത്തനം എടുക്കാൻ പറയുമ്പോൾ ഉൽപ്പത്തിയിൽ കിടന്ന് ആയിരിക്കും അല്ലെ. ചിലപ്പോൾ ഇൻഡെക്സ് ഓഫ് ദ ബൈബിൾ എടുക്കും, അവിടെ നോക്കും സങ്കീർത്തനം എവിടെ കിടക്കുന്നു, 23 അവിടെ കാണാൻ പറ്റും. സങ്കീർത്തനം 23 കാണാൻ പറ്റില്ല, ഒരിക്കലും കാണാൻ പറ്റും. സങ്കീർത്തനം കാണാൻ പറ്റും അല്ലേ. അതാ ഓക്കെ. അപ്പോൾ എല്ലാം അതിൻ്റെതായ പ്രായത്തിനുള്ള വളർച്ച. അപ്പൊ അതാണ് വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ക്രമത്തിൽ. 2, ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതിന്, ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതിന് വിഷാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭയം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭയം എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ട് അല്ലെ. ചിലർക്ക് ഇരുട്ടിനെ ഭയമായിരിക്കാം, ചിലർക്ക് പകലിനെ വെളിച്ചത്തെ ഭയമായിരിക്കാം, ചിലർക്ക് ആൾക്കൂട്ടത്തെ ഭയമായിരിക്കാം, ചിലർക്ക് ഒറ്റപ്പെടൽ ഭയമാണ്, നാളെ ഭാവിയെ കുറിച്ചുള്ള ഭയം, ആശങ്ക അല്ലെ. ഇതെല്ലാം ഓവറായിട്ട് വരും. ഇതൊക്കെ എങ്ങനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ന് അറിയാത്തൊരു അവസ്ഥ വരുമ്പോൾ അത് ആ വ്യക്തിയെ വിഷാദത്തിലേക്ക് നയിക്കും. മറ്റു ചിലർക്ക് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ എന്നിവരുടെ പ്രതികരണങ്ങളിൽ എങ്ങനെ അവർക്ക് നിൽക്കണമെന്ന് അറിയാത്തൊരവസ്ഥ. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുമ്പോൾ അത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഉള്ള അവസ്ഥ. അപ്പോ നമ്മുടെ ഓരോ ജീവിതത്തിന്റെയും മാസ്റ്റർ ഡിസൈനർ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളാണല്ലേ. എനിക്ക് എൻ്റെ കഴിവുകളെ അറിയാവുന്നത് പോലെ തന്നെ എൻ്റെ കഴിവുകേടുകളും അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് അല്ലെ. എൻ്റെ ഫേവറേറ്റ് കളർ, എൻ്റെ ഫേവറേറ്റ് ഫുഡ്, എൻ്റെ ഫേവറേറ്റ് വാഹനം, ഫേവറേറ്റ് പാസ്, ഓക്കെ, ഇതൊക്കെ എനിക്ക് എൻ്റെ കഴിവുകേടുകളും കഴിവില്ലായ്മകളും അറിയുക എന്നുള്ളതാണ്. അതറിയാൻ പറ്റാത്തവരിൽ വിഷാദ രോഗം ഉണ്ടാകാൻ. മറ്റു ചിലർക്ക് ഈ വിഷാദം ഉണ്ടാകാനായിട്ടുള്ള കാരണം പാരമ്പര്യമായി ഉണ്ടാകുന്നതാണ്. തലച്ചോറിന്റെയും ക്രമക്കേടുകൾ, പോഷകാഹാരക്കുറവ് എന്നിവയിലൂടെ ഉണ്ടാകുന്ന കാരണങ്ങളാണ്. പാരമ്പര്യമായി, ഹെറിഡിറ്റി. സാറേ, ഈ വിഷാദവും ആങ്സൈറ്റിയും 2 2 ഉത്കണ്ഠ, വിഷാദം, ആൻസൈറ്റി, അതെ അതിന്റെ അല്ല ഒന്നാണ്.
ആൻസൈറ്റി, ഇംഗ്ലീഷിൽ നമ്മൾ ആൻസൈറ്റി എന്ന് പറയും, ഉത്കണ്ഠ അല്ലെ, ഉത്കണ്ഠ. അതിന്റെ യഥാർത്ഥം വിഷാദവും ഇതൊക്കെ ഒന്ന് തന്നെയാണ്, അതിന്റെ അർത്ഥം പര്യായ പദങ്ങളാണ്. ഉത്കണ്ഠ അത് കറക്റ്റായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 4 ഫിലിപ്പിയർ 4:6 പറയുന്നു, ബി നോട്ട് ആൻഷ്യസ് ഫോർ എനിത്തിങ് ആൻഷ്യസ് അല്ലെ, നിങ്ങൾക്ക് ഉത്കണ്ഠാകുലരാകരുതെന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിചാരപ്പെടുത്തുന്ന മലയാളത്തിൽ. അതിന്റെ മൂലഭാഷ നമ്മൾ പഠിക്കുമ്പോൾ വിഷാദരാകരുതെന്ന, ഉത്കണ്ഠാകുലരാകരുതെന്ന, ആൻസൈറ്റി. ഓക്കെ. അപ്പോൾ പാരമ്പര്യമായി ഉണ്ടാകുന്ന അവസ്ഥയാണ് തലച്ചോറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ എന്തുവാ പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകാൻ വിഷാദങ്ങൾ ഉണ്ടാകാം. അപ്പോ ഈ വിഷാദം എങ്ങനെ വ്യക്തികളെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇരുട്ടിനെ ഭയക്കുന്നവരുണ്ട് അല്ലെ, തുറസായ സ്ഥലങ്ങളോടുള്ള ഭയം. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ചെറിയ ഇടുക്ക് വഴികളിലൂടെ പോകുമ്പോഴുള്ള ഭയം, ആൾക്കൂട്ടത്തെ ഭയക്കുന്നവരുണ്ട്. അത് വിഷാദ രോഗികളുടെ ലക്ഷണങ്ങളാണ്. മൂർച്ചയുള്ള വസ്തുക്കളോടുള്ള ഭയം. ചിലർക്ക് നേഴ്സുമാരെ കാണുമ്പോൾ തന്നെ, അവരുടെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷന് പേടിയായതുകൊണ്ടാണ്. നേഴ്സ് എന്ന് കേൾക്കുമ്പോഴും ഓടി മാറും അല്ലേ. ചിലർക്ക് ബ്ലഡിനെ ഭയമാണ്, ബ്ലഡ് ഒത്തിരി കാണുമ്പോൾ അവർക്ക് ഒരു ഉണ്ടാകും. അപ്പോ ജനറലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വിഷാദം അനുഭവപ്പെടുന്നവർ ഭയത്തിനടിമകളാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭയം അവരെ ബാധിക്കും, ഫിയർ. അപ്പോ ഈ ഭയത്തിന്റെ ചില കാരണങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. പരീക്ഷ വരുമ്പോൾ പരീക്ഷയിലെ പരാജയം അവരുടെ വിജയത്തെക്കാൾ അവരുടെ ചിന്തയിൽ ബാധിക്കുന്ന, അയ്യോ പരീക്ഷ വരുന്നു, ഞാൻ തോറ്റുപോകും, അല്ലെങ്കിൽ ഇന്ന വിഷയം ഞാൻ പൊട്ടിപ്പോകും അല്ലെ. കുഞ്ഞുങ്ങളുടെ ചില കോഡുകളുണ്ടല്ലേ അവർക്ക്, ഞാൻ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ അതിന് കിട്ടത്തില്ല. പരീക്ഷ വന്നില്ല, അതിന് പ്രിപ്പയർ ചെയ്യാൻ ടൈം ടേബിൾ വന്നതേ ഉള്ളൂ, ഓക്കെ, എക്സാം എഴുതാണ്ട് ടൈമുണ്ട്, നോട്ടെല്ലാം കയ്യിൽ ഇരിപ്പുണ്ട്, എല്ലാ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്, എങ്കിലും ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള. ഓക്കെ. പിന്നെ ജോലിക്ക് പോകാനായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് കേൾക്കും. ജോലിക്ക് നല്ല നമ്മൾ പ്രിപ്പയർ ചെയ്തു, പഠിച്ച് ഒരുങ്ങി ജോലിക്ക് നമ്മൾ ബയോഡേറ്റ സബ്മിറ്റ് ചെയ്തു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുമ്പോൾ പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോഴൊരു എവിടെ നിന്നില്ലാത്തൊരു ഭയം അല്ലെ, പെട്ടെന്ന് കയറി വരും, അയ്യോ ഇനി എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നതിന് ഒരു ഭയം. ജോലിയിലെ പ്രൊമോഷൻ ലഭിക്കുമ്പോഴും അല്ലെ, ഇനി ഇതുവരെയുള്ള ജോലി ഓക്കെ ആയിരുന്നു, ഇനി പ്രൊമോഷൻ ലഭിക്കുമ്പോൾ അടുത്ത ലെവലിലേക്കുള്ള ജോലി എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആശങ്ക. അത് നോർമലായിട്ട് ഉണ്ടാകാം, പക്ഷെ അത് അസാധാരണമായിട്ട് വരുമ്പോഴാണ് അത് വിഷാദ രോഗമായിട്ട് മാറുന്നത്. ഓക്കെ. അപ്പോൾ വിഷാദ രോഗത്തിന്റെ പ്രത്യേകതകൾ: ജീവിതത്തിന്റെ താളം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നു, പ്രവർത്തനങ്ങളിൽ മാന്ദ്യം ഉളവാക്കുന്നു, അല്ലെങ്കിൽ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു തടസ്സം, പ്രവർത്തനങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് കഴിയാതെ ഒരു മാന്ദ്യം ഉളവാക്കും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു കൗൺസിലർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്ന പോയിന്റുകൾ. വിഷാദ രോഗികൾക്കുള്ള കൗൺസിലിംഗ്, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ. ഒന്ന്, വിഷാദ രോഗത്തിലായിരിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് കൗൺസിലർ ശ്രദ്ധിക്കണം. ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അപ്പോ അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ വിഷാദമുള്ളവർക്ക് അല്ലെങ്കിൽ വിഷാദമുള്ളവർ അവരുടെ പെരുമാറ്റമോ ഒന്നുകിൽ വിവരമുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ വിവരമില്ലാത്ത പെരുമാറ്റമോ ആകാം. വിഷാദ രോഗത്തിനൊന്നുകിൽ വിവരമുള്ള പെരുമാറ്റമോ അവരുടെ
ബിഹേവിയർ അല്ലേ, ബിഹേവിയർ ചിലപ്പോൾ ഡിസറപ്റ്റീവ് ബിഹേവിയർ ആയിരിക്കാം, അതർവൈസ് നല്ല ഗുഡ് ബിഹേവിയർ ആയിരിക്കാം. ഓക്കെ. മറ്റൊരു തരത്തിൽ വിഷാദ രോഗി ശ്രദ്ധിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഷോക്കിൽ നിന്നുണ്ടായ വിഷാദമാണെങ്കിൽ അതിനെപ്പറ്റി ചികിത്സിക്കാനും സുഖപ്പെടുത്താനും എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചിലർക്ക് ഒരു പെട്ടെന്നൊരു ആകസ്മികമായിട്ടൊരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞ് അതൊരു പെട്ടെന്നൊരു ഷോക്കായി. അതെ, എന്താണ് ക്രൈസിസ്, അങ്ങനെ സിറ്റുവേഷൻ. ക്രൈസിസ്, അതെ, ആക്സിഡന്റൽ ക്രൈസിസ്. ഓക്കെ, പെട്ടെന്ന് ആകസ്മികമായി നമ്മൾ എന്തെങ്കിലും കാണാനിടയായ ടൈമിൽ അതവര് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വിഷാദമായി തീരാനായിട്ട് ഇടയാകും. അപ്പോൾ അത്തരത്തിലുള്ളവരെ ചിലപ്പോൾ കൗൺസിലിങ്ങിൽ മാത്രം നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയുകയില്ല. അത്തരത്തിലുള്ളവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റും കൂടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ വിഷാദ ക്ലാസ്സുകൾ, പ്രത്യേകം ക്ലാസ് കൈകാര്യം ചെയ്യുന്ന കൗൺസിലേഴ്സ് ഉണ്ട് അല്ലേ, വിഷാദ രോഗികളെ അല്ലെങ്കിൽ മറ്റു ഇതര ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ റെഫർ ചെയ്യാനായിട്ട് തയ്യാറാകണം. അപ്പോൾ ഈ വിഷാദ രോഗികളെ കൗൺസിൽ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമല്ല കൗൺസിലിംഗ് ചെയ്യേണ്ടത്, അവരോടൊപ്പമുള്ള വ്യക്തികളെ കൂടെ ഒരു അവയർനെസ്, ഒരു അവബോധം നമ്മൾ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ വിഷാദമുള്ള രോഗി ചിലപ്പോൾ എന്ത് ചെയ്യും എന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവരോടൊപ്പം ഉള്ളവരെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൗൺസിലിംഗ് ചെയ്യണം. ഈ വ്യക്തിയെ നമ്മൾ സൂക്ഷിക്കേണ്ടതിന്റെയും അവർക്ക് കെയർ കൊടുക്കേണ്ടതിന്റെയും രീതികളെ കുറിച്ച് അവർക്ക് നമ്മൾ കെയർ കൊടുക്കണം, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കണം. ഓക്കെ. പിന്നെ ബൈബിൾ വാക്യങ്ങൾ, നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട ദൈവിക വചനങ്ങൾ നമുക്ക് അവരോട് പറയാം. ചിലരെ സംബന്ധിച്ചുള്ള വിഷാദ രോഗം മൂർച്ഛിച്ചിട്ട് ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകാം. അങ്ങനെ ആത്മഹത്യ പ്രേരണ ഉള്ളവരെ നമ്മൾ കൂടെ ഒപ്പമുള്ളവരെ നമ്മൾ അറിയിക്കണം, ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് കൗൺസിലിംഗ് എത്തിക്സ് ഉണ്ട്, പക്ഷേ ഈ ഈ സൂയിസൈഡൽ കേസസ്, മറ്റ് ഏതെങ്കിലും മർഡറോ മറ്റ് അതുപോലുള്ള തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനെ കൂടെ അല്ലെങ്കിൽ അവരോടൊപ്പം വരുന്നവരെ കൂടെ ഇത് ഇൻഫോം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് വ്യക്തിയെ നിങ്ങൾ കൂടുതൽ കെയർ കൊടുക്കണമെന്ന് പറയാം. ഓക്കെ, ബൈബിൾ വചനം നമ്മൾ നോക്കുമ്പോൾ ഫിലിപ്പിയർ 4:6, മത്തായി എഴുതിയ സുവിശേഷം 6:33, ഫിലിപ്പിയർ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വേദവാക്യമാണ്. നിങ്ങൾക്ക് ബ്രേക്ക് വേണോ അതോ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാമോ? ഇനി നമുക്കൊരു 45 മിനിറ്റ് കൂടെ ഉണ്ട്. ക്ലാസ് കണ്ടിന്യൂ ചെയ്യാമോ? നിങ്ങൾക്ക് വെള്ളം ഒക്കെ കുടിക്കാനായിട്ട് ഉള്ളവർക്ക് കുടിക്കാം, ബ്രേക്ക് എടുത്ത് അവരോട് തന്നെ ബ്രേക്ക് എടുത്ത് കുടിക്കാം. ക്ലാസ് നഷ്ടപ്പെടുത്തണ്ട, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ. അടുത്ത് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് പൈശാചിക പോരാട്ടങ്ങളിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിംഗ് ആണ്. പീപ്പിൾ പൊസസ്ഡ് വിത്ത് ഡീമൺസ്, കൗൺസിലിംഗ് ഫോർ പീപ്പിൾ പൊസസ്ഡ് വിത്ത് ഡീമൺസ്, പൈശാചിക പോരാട്ടങ്ങളിൽ കഴിയുന്നവർക്കുള്ള കൗൺസിലിംഗ്.
അപ്പോ ഒന്നാമത്തെ കാര്യം, ഒരു പാസ്റ്റർ, ക്രിസ്തീയ ലീഡർ അല്ലെങ്കിൽ കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണെന്നുള്ളത് മനസ്സിലാക്കണം, അല്ലെ? സർവ്വലോകം, ഒരു പുണ്യസ്ഥലവും ഭൂമിയിലില്ല, ഇടത്തുമില്ല വലത്തുമില്ല, അല്ലേ? പിന്നെ ഒരിടത്തും ഇല്ലെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു പുണ്യസ്ഥലവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സർവ്വലോകവും പിശാചിന്റെ അധീനതയിൽ, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പത്രോസ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം, റോറിംഗ് ലയൺ എന്ന, അല്ലെ? അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. അപ്പൊ ആരെ വേണമെങ്കിലും വിഴുങ്ങാം, അല്ലെ? അപ്പൊ നിൽക്കുന്നു എന്ന് തോന്നുന്ന വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. 1 പത്രോസ് 5:8-9 വാക്യമാണ്, അല്ലേ അത്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഓക്കെ. അപ്പോ അവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണോ പാസ്റ്റർ ആണോ എന്ന പിശാചിനൊരു ഇതില്ലേ, അല്ലേ? അപ്പൊ എപ്പോ അവസരം കിട്ടിയോ അപ്പോ ചാടി വീഴാനായിട്ട് പിശാചിനെ അലറുന്ന സിംഹം എന്ന മാതിരി ഇങ്ങനെ ചുറ്റും നടക്കുക. അപ്പൊ ഈ പൈശാചികന്റെ ശക്തി അല്ലെങ്കിൽ പിശാചിന്റെ ബന്ധനം ആർക്കും എപ്പോഴും വേണമെങ്കിലും പിടിക്കാം. പക്ഷേ ദൈവവചനം പറഞ്ഞ ആഭിചാരം യാക്കോബിനെ ഏൽക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനെ ഫലിക്കുകയില്ല, അല്ലേ? പക്ഷെ നമ്മൾ ദൈവവചനം ഉള്ളിൽ കൃത്യമായിട്ട് സംഗ്രഹിച്ച് വിശുദ്ധിയോടും ദൈവിക പ്രമാണത്തോടും നമ്മൾ ദൈവമായിട്ട് ബന്ധത്തിലായിരിക്കണം, അല്ലേ? അങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ ദൈവം അനുവദിക്കാതെ ഒരു പിശാചും നമ്മെ ബാധിക്കത്തില്ല. അതിന് ഉദാഹരണമാണ് ഇയ്യോബിന്റെ ജീവിതം, അല്ലേ? ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവദൂതന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പിശാചും ഊടാടി സഞ്ചരിച്ചിട്ട് അവിടെ ചെന്നല്ലേ. അപ്പോ ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? അപ്പൊ പിശാച് സാക്ഷ്യം പറയാണ്, അല്ല, ദൈവം സാക്ഷ്യം പറയണം, അവനെ പോലെ ഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല. 4 കാര്യങ്ങൾ അവിടെ പറയും, അല്ലേ? അപ്പോ പിശാച് ദൈവത്തോട് വാദിക്കുകയാണ്, വെറുതെയാണോ അവൻ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങ് അവിടുന്ന് അവനെയും അവന്റെ ഭവനത്തെയും തനിക്കുള്ളതിനെ എന്ത് ചെയ്തിരുന്നു? വേലിയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണെന്നല്ലേ? വേലിയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ട്, അല്ലേ? നമ്മൾ പോകുന്ന യാത്രകളിൽ, നമ്മുടെ ആയിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവിക സംരക്ഷണം നമുക്കുണ്ട്. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞങ്ങൾ പിതാവിരുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരു സഹോദരന് പൈശാചികമായിട്ടുള്ള പോരാട്ടം. അപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളെ അപ്പച്ചന്റെ അമ്മയുടെ വീട്ടിലാക്കിയിട്ട് അപ്പയ്ക്കും അമ്മയ്ക്കും ഇതാ ജോലി. അവിടെ ഒത്തിരി പൈശാചികമായിട്ടുള്ള ബന്ധത്തിലായിരുന്നവരെ അപ്പോൾ ഈ വീക്കെൻഡ് വരുമ്പോൾ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയൊക്കെ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്, ദൈവമക്കളുടെ ഭവനത്തെ ദൈവങ്ങളെ സൂക്ഷിക്കുന്നു എന്നുള്ളതിന്റെ വിശ്വാസം വന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ വീട്ടിൽ ഈ ബ്രേക്ക് ആവുന്നുണ്ടേ. ഞാൻ വീഡിയോ കേക്കത്തില്ല സാറേ. കാറ് പോയി. സിംഹം പോലും. ഓക്കെ, റൈറ്റ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ്. എനിക്ക് തോന്നുന്നു 5-ലും 6-ലും കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ പൊതു സ്ഥലത്ത് വെച്ച് കൺവെൻഷൻ ഈ സഹോദരന് പൈശാചിക ശക്തി ഇളകി. അപ്പോൾ പിതാവ് പോയിട്ട് പ്രാർത്ഥിച്ച് ശാസിച്ചു, അല്ല ഒന്ന് അമർത്തിയിട്ട് അവിടെ വെച്ച് പൊതു സ്ഥലത്ത് വെച്ച് പിന്നെ പറ്റത്തില്ലല്ലോ. പിന്നെ ആരാധന കഴിഞ്ഞിട്ട് പതിയെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അന്ന് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഇവിടെ വൈകിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്നുള്ള ചിന്ത. അപ്പൊ വന്നപ്പോഴേക്കും പുള്ളി നോർമലായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ ആയപ്പോഴേക്കും പുള്ളിയുടെ വീട്ടിലോട്ട് പോയി. പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് ചർച്ചിൽ ആരാധന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഈ പൈശാചിക ശക്തി ഇളകാനായിട്ടിടയായി.
അപ്പോ ഞങ്ങളോർത്ത് എന്താണ് ആ കൺവെൻഷൻ സമയത്ത് എന്നെ ദേവദാസനെ പ്രാർത്ഥിച്ചപ്പോൾ പൈസ ചേച്ചി പോയെന്നാ വിചാരിച്ച്. പക്ഷെ ഇത് ചോദിച്ചു, എന്താണ് അവിടെ വെച്ച് അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അന്ന് ഇളകി പോയില്ലേ? ഇല്ല. അപ്പോ ഞാൻ ദേവദാസന്റെ വീട് വരെ വന്നപ്പോഴേക്കും അവിടെ വീട്ടിന്റെ ചുറ്റും തീ കത്തിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് നിൽക്കുമായിരുന്നു. യവൻ രാവിലെ പോയ സമയത്ത് ഞങ്ങൾ അവന്റെ കൂടെ ഇനി വന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ആ സംഭവം ഒത്തിരി ആ വചനത്തിൽ വിശ്വസിക്കാനായിട്ട് ഇടയായി. അപ്പോൾ ദൈവവചന സത്യമാണ് അല്ലേ? ദൈവമക്കളുടെ ഭവനത്തിന് ചുറ്റ് ദൈവമക്കളുടെ യാത്രകളിൽ ദൂതഗണങ്ങളുടെ കാവൽ ഉണ്ടെന്നുള്ളതാണ്. അതെ. അപ്പോൾ പിശാജ് പറയുകയാണ് ദേവദാസന്റെ ഭവനത്തിൽ ഒരു തീ കത്തിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മളായിരിക്കുന്ന മേഖലയിൽ നമ്മുടെ മക്കളൊക്കെ ദൂരെ ആയിരിക്കും അല്ലേ? അപ്പോ അതെല്ലാം ദൈവത്തിന്റെ, നമുക്ക് ചിലപ്പോ മറ്റുള്ള ഭവനങ്ങളിലെ പോലെ വലിയ മതിലോ ഒന്നും കാണത്തില്ല, നല്ല ഗേറ്റോ ഒന്നും കാണത്തില്ല അല്ലയോ? ഒരു തള്ളു തള്ളിയാൽ കഥവൊക്കെ വെള്ളം ചിലപ്പോൾ വീടിനകത്ത് കയറാം, അങ്ങനെയുള്ള ആയിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ മക്കൾ എവിടെയായിരുന്നാലും അവരെ ദൈവം. അപ്പോ ഈ പിശാച് ദൈവത്തോട് പറഞ്ഞു വരികയാണ്, നീ വെറുതെ ആണോ ഇയ്യോബിനെ അവനും അവന്റെ ചുറ്റും അവനെ വേലിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അല്ലേ? അപ്പോ ദൈവം അവസരം കൊടുക്കുകയാണ് അല്ലേ? നീ അവന്റെ ജീവനെ പോയിട്ട് ബാക്കി അവനെ ഒന്ന് പരീക്ഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഒന്നൊന്നായിട്ട് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, മക്കൾ 10 പേര് മരിക്കുന്നു അല്ലേ? എന്നിട്ടും തന്റെ വാക്കുകൊണ്ട് പോലും അവസാനം തന്റെ ജീവിത പങ്കാളി പോലും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ പറയുകയാണ് അല്ലേ, നീ വെറുതെ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ. തമിഴിൽ അതിന്റെ അർത്ഥം നന്നായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പൈത്യക്കാരി, ഒരു ഭ്രാന്തി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കരുതെന്ന്. അപ്പോ അങ്ങനെ ആ നാവ് കൊണ്ട് കൂടി അപ്പൊ അങ്ങനെ വിശുദ്ധോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അനുവദിക്കാതെ ശോധന വരുത്തുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോ പലതരത്തിൽ അപ്പോ ഷാജു വളരെ രീതിയിൽ നമ്മെ ബാധിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോ ഇത്രയും പൈശാചികമായിട്ടുള്ള ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികളെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ, അപ്പോൾ പ്രാർത്ഥനയാണ് അതിന് പരിഹാര മാർഗം എങ്കിൽ തന്നെയും അവരെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ? അങ്ങനെ അത്തരത്തിലുള്ളവരെ കൗൺസിൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. അപ്പോ ബന്ധനത്തിലായിരിക്കുന്നവരെ ഒന്നോ രണ്ടോ കൂടിക്കാഴ്ചകൾക്ക് ശേഷം അവരെ എന്ത് ചെയ്യരുത്? പറഞ്ഞു വിടരുത്. ഈ പൈശാചികന്റെ പോരാട്ടം അവർ നോർമൽ ആയിരിക്കുന്ന സമയത്തുണ്ടല്ലേ, അപ്പൊ അവർക്ക് അത് നോർമൽ ആയിരിക്കും, അവർക്കെല്ലാം പറയാൻ പറ്റും എന്താണ് അനുഭവിച്ചതെന്നും എന്താണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നൊക്കെ ഉള്ള അത്തരത്തിലുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയും അല്ലെ, ഞാൻ സ്വയം ഒന്നും ചെയ്തതല്ല, ഓരോ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നുള്ളത് പറയും. സാറേ, പൈശാചിക ബന്ധനത്തിലുള്ളവരെ എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുന്നേ? എന്താണ് ബന്ധനം ഒരുവനുണ്ടെങ്കിൽ അതെങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുന്നേ? ആരാധനയുള്ളപ്പോ അത് വെളിപ്പെട്ട് ഇളകുമെന്ന് പറയാം, അല്ലാതെ ഇരിക്കുമ്പോ എങ്ങനെ അറിയുന്നേ? അത് വളരെ ഈസി ആയിട്ട് സൗണ്ട് ബ്രേക്ക് ആവുന്നു. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് പാസ്റ്ററെ. വീഡിയോ ഓഫ് ആക്കിയാൽ മതി. ഉദ്ദേശിച്ചത് എന്താ ഒന്നും ഉദ്ദേശിച്ചത്? തിരിഞ്ഞില്ല. അവരെ എങ്ങനെ അറിയാവുന്ന? ഹലോ, ആകെ പ്രശ്നമാണ്. എല്ലാം പൈശാചിക ബന്ധനമാണ്. വീഡിയോ ഓഫ് ആക്ക് സാറേ, വീഡിയോ ഓഫ് ആക്ക്. അതെ അതെ അതെ. എറുകയാണ്.
കേൾക്കുന്നില്ല. നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. നാട്ടിലായതുകൊണ്ട് വല്ല ഇവിടെ മഴയും ഭയങ്കര മഴയാ. ചുമ്മാ അല്ല, അതായിരിക്കും.